അനുമോളും ശൈത്യയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അവർ ആ കട്ടപ്പ ആ വിഷയത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് അനുമോള് ചോദിക്കുന്നുണ്ട്, ഞാൻ PR കൊടുത്തെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ 15 ലക്ഷം കൊടുത്തിട്ടുണ്ടെന്ന്? അപ്പോൾ ബിൻസി പറഞ്ഞു, ആ പറഞ്ഞിട്ടുണ്ട്, നീ കൊടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ട്. എവിടെ വെച്ച് ഞാൻ പറഞ്ഞ്? എപ്പോഴാ പറഞ്ഞത്? ഇവിടെ വെച്ച് എവിടെ ഇരുന്നപ്പോഴാ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അപ്പം ബിൻസി പറഞ്ഞു, നീ പറഞ്ഞതാ എന്നോട്. എൻ്റെ അക്കൗണ്ടിൽ 10 പോലും തികച്ചില്ല. പിന്നെ ഞാനെങ്ങനെ ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ള ഞാനെങ്ങനെ 15 ലക്ഷം കൊടുക്കും? അതുമല്ല ഞാനങ്ങനെ പറയുമോ ഇവിടെയുള്ള കണ്ടസ്റ്റൻസിനോടൊക്കെ? കാരണം ഞാനും നിങ്ങളും എല്ലാം ഗെയിം കളിക്കാൻ വരുമ്പോൾ ഞാൻ PR കൊടുത്ത് ജയിക്കാൻ വേണ്ടി ഞാൻ 15 ലക്ഷം കൊടുത്തെന്ന് ഞാനല്ല ആരെങ്കിലും അത് പറയുമോ? അപ്പം അനുമോള് പറയണേ, എനിക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് PR ഉണ്ടെന്നോ അങ്ങനെ PR മുഖാന്തരം ജയിക്കാമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് അയാൾ വന്നത്. ഇങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ഉള്ള ആൾക്കാരെ ജയിപ്പിച്ചു, അതുകൊണ്ട് 15 ലക്ഷം തരണമെന്ന് പറഞ്ഞപ്പോഴേ നമ്മുടെ ഈ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് PR ഒന്നും വേണ്ട. അപ്പോൾ പറഞ്ഞു 3 പേര് ഓൾറെഡി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെന്നാൽ അവരുടെ നോക്ക്, എനിക്ക് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. അതുമല്ല എല്ലാവരും വന്ന് നിന്നെ ഏകദേശം എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് PR ഒന്നും കൊടുക്കണ്ട എന്നോട് പറഞ്ഞായിരുന്നു. പിന്നെ ഈ പബ്ലിക്കായിട്ട് ഓരോന്ന് പോസ്റ്റ് ചെയ്യാൻ ഒരാളെ വേണം എന്ന് പറഞ്ഞ് മെയിനായിട്ട്. പക്ഷേ എനിക്കങ്ങനെ ഒരാളും ഇല്ല. എൻ്റെ യൂട്യൂബ് ചാനൽ കൊടുക്കാനൊന്നും എനിക്ക് ആരും ഇല്ലായിരുന്നു, എനിക്കറിയാവുന്നവർ. അപ്പം ഞാൻ വരുന്നതിൻ്റെ 3 ദിവസം മുമ്പ് എല്ലാവരും പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ ആരെങ്കിലും ഏൽപ്പിക്കണം, റീൽസൊക്കെ കട്ട് ചെയ്തിടാനെന്ന്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ചൊന്നും, ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം എൻ്റെ ചേച്ചിയെ ഏൽപ്പിക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഞാൻ ചേച്ചിയെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നത്. നീ പിന്നെ പറഞ്ഞ ആ പേജ് എൻ്റെ അല്ല, എൻ്റെ പേജ് പിന്നെ ചേച്ചിയുടെ കയ്യിലിരിക്കുവാ. അപ്പം ഇവൾ പറയുന്നു, അതിനെന്താ ഫോൺ കയ്യിലിരുന്നെന്ന് വെച്ച് പാസ്വേഡ് കൊടുത്താൽ മതിയല്ലോ, ആർക്ക് വേണമെങ്കിലും ഇടാമല്ലോ എന്ന് ശൈത്യ ചോദിക്കുന്നു. അപ്പോൾ ശൈത്യ പറയുന്നത്, നിൻ്റെ അക്കൗണ്ട് അയാളുടെ കയ്യിലാണ്. അതിപ്പോഴോ? ഇപ്പം അയാളാണ് അതെല്ലാം നോക്കുകയും എല്ലാം പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ പറയുന്നത്, അയാൾ പറഞ്ഞായിരുന്നു നീ അയാൾക്ക് ഇത് കൊടുത്തായിരുന്നു ആ പേജ്. പിന്നെ അതുമല്ല PR 15 ലക്ഷം രൂപ നീ അയാൾക്ക് കൊടുത്തെന്ന് അയാൾ എൻ്റെ അച്ഛനോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അനുമോള് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ചോദിക്കണം, അതും പിന്നെ ആദിലയും നിർത്തിക്കൊണ്ട് വേണം ചോദിക്കാൻ. പിന്നെ അതുമല്ല വേറെ 2-3 പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അവർക്കും ഈ തെളിവ് കൊടുക്കണം, ഞാൻ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അയാളെ കൊണ്ടുവന്ന് ഞാൻ ചോദിക്കും. പിന്നെ എൻ്റെ അക്കൗണ്ട് ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാണിച്ചു തരും, ഞാൻ പൈസ വിഡ്രോ ചെയ്തോന്നും എൻ്റെ കയ്യിൽ എത്ര ബാലൻസ് ഉണ്ടായിരുന്നെന്നും ഒക്കെ അനുമോള് പറയുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചർച്ച ചെയ്യുന്നത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും.